ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കോഫി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കരുതും കോഫിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഈന്തപ്പഴം ചേർത്തിട്ടാണോ കോഫി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. അല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നൊന്നിരിക്കെ, ഞാൻ സ്പെഷ്യൽ കോഫി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതെന്താണെന്ന് കാണുകയും ചെയ്യാം. ഉണ്ടാക്കി കഴിയുമ്പോൾ ഓരോ കോഫി കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം കോഫി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കോഫി തരാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തിയിട്ട് എന്താണ് കുരു എടുത്ത് വെച്ചിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഈ കുരുവാണ് നമ്മുടെ ഇന്നത്തെ താരം. എങ്ങനെയാണ് നമുക്ക് കോഫി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരു കളയാതെ എടുത്തു വെച്ചതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് ചൂടാകാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടി തന്നെ വേണമെന്നില്ല, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാനായാലും മതി. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരു ഇട്ട് കൊടുക്കുക. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇതൊരു 15 മിനിറ്റോളം എടുക്കും നന്നായിട്ട് ഫ്രൈ ആയി വരാൻ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ പിന്നെയും പറയുകയാണ്, ഫ്ലെയിം സിമ്മിലാക്കി വെക്കാൻ മറക്കല്ലേ. കുരുവിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുരു എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒടിഞ്ഞു വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കണം. ഇതിലേക്ക് നമുക്ക് കുരു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ചെറിയ ഏലക്ക ഇടുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ. പിന്നെ നമുക്ക് ഈ പൊടി ചേർത്തിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. അപ്പോൾ ബാക്കി വരുന്ന പൊടി നിങ്ങളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ചാൽ മതി. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. സെയിം കപ്പിന് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1.5 ടീസ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. പൊടി കൂടി പാലിലേക്ക് ചേർത്തപ്പോൾ നല്ലൊരു മണമാട്ടോ വരുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈന്തപ്പഴം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല.
അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും ഈന്തപ്പഴം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുരു ഒന്നും കളയാതെ എടുത്ത് വെച്ചിട്ട് ഒരു 10-20 എണ്ണം ആവുമ്പോൾ ഒന്ന് വറുത്ത് ഇതേ രീതിയിൽ കോഫി ഉണ്ടാക്കി നോക്ക്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കോഫി തിളച്ച് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ആ പാലിലേക്ക് ആ പൊടിയെല്ലാം ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണാണ് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കോഫി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. കോഫി റെഡി ആയിട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി ആരും ഈന്തപ്പഴത്തിൻ്റെ കുരു കളയരുത്. ഇതേ രീതിയിൽ വറുത്ത് പൊടിച്ച് കാപ്പി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ പൊടിച്ചിട്ട് കളയാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് പൊടിച്ചാൽ മതി. അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തവർ ഈ പൊടിയിലേക്ക് തേൻ ചേർത്ത് കഴിച്ചാൽ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കോഫി കുടിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക് യു.